സ്നേഹമുള്ളവരെയും, നമ്മൾ ദൈവമക്കളാണ്. ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തെ പോലെയാണ്. ഇത് വിശ്വസിക്കാൻ സാധിക്കുമോ? വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് ദൈവത്തെക്കുറിച്ച് അറിയണം. ദൈവത്തെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രം പോരാ, നമ്മളെക്കുറിച്ചും അറിയണം. ത്രിത്വൈക ദൈവം വസിക്കുന്ന ആലയമാണ് നമ്മളിന്ന് പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ, പ്രത്യേകിച്ച് 1 കൊറിന്ത്യസ് 3-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ പറയാണ്, നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾക്കറിയുന്നില്ലേ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. ഷോക്കടിക്കും നമ്മളിത് കേൾക്കുമ്പോൾ, ഇല്ലേ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. കണ്ടോ, എന്താ നമ്മുടെ വില എന്ന് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നേ? ആരാ നമുക്ക് വേണ്ടി വില കൊടുത്തതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് വേണ്ടി നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി ദൈവം ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചു, തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം സ്നേഹിച്ചു. അവനിൽ വിശ്വസിക്കുന്നവരാരും തന്നെ നശിച്ചു പോകാതെ നിത്യരക്ഷ പ്രാപിക്കാൻ ദൈവം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചുകൊണ്ട്, ദൈവം തൻ്റെ പുത്രൻ്റെ ജീവൻ നമുക്ക് വേണ്ടി നൽകിക്കൊണ്ട് ദൈവം നമ്മെ സ്നേഹിച്ചു. നമുക്ക് വേണ്ടി ദൈവം കൊടുത്ത വിലയാണ് പുത്രൻ്റെ ജീവൻ. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നമ്മുടെ വില മനസ്സിലാക്കണം. ഈശോ പറഞ്ഞു, ലോകം മുഴുവൻ നിങ്ങൾ നേടിയാലും ഈ ലോകം മുഴുവൻ്റെയും വിലയേക്കാൾ വലിയതാണ് നിങ്ങൾ ഓരോ ആത്മാവും. കാരണം ഈ ലോകം മുഴുവൻ നശ്വരമാണ്. എന്നാൽ നമ്മളിൽ ഉള്ള നമ്മുടെ ആത്മാവിൽ വസിക്കുന്ന ദൈവാത്മാവും ചേർന്ന് നിത്യജീവനാണ് നമ്മൾ. അതുകൊണ്ട് നമ്മുടെ ആത്മാവിൻ്റെ വില ഈ ലോകം മുഴുവൻ്റെയും വിലയേക്കാൾ വലുതാണ്. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 1 കൊരിന്ത്യസ് 15-19 പൗലോസ്ലീഹ പറയുന്ന വലിയൊരു രഹസ്യമുണ്ട്. ഈ ജീവിതത്തിന് വേണ്ടിയാണ് നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നവരെങ്കിൽ നിങ്ങളെല്ലാവരെയും കാൾ നിർഭാഗ്യവാന്മാരാണ്. ഈ ജീവിതത്തിന് വേണ്ടിയാണ് ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നതെങ്കിൽ നിങ്ങളെല്ലാവരെയും കാൾ നിർഭാഗ്യവാന്മാരാണ്. സ്നേഹമുള്ളവരെ, നമ്മളെ ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചത് ഈ ജീവിതത്തിനപ്പുറത്ത് അനന്തമായ ഒരു ജീവിതമുണ്ടെന്നുള്ള ബോധ്യം ഇവിടെ വെച്ച് നമ്മൾക്കുണ്ടാകുകയും അതിനു വേണ്ട സമ്പത്ത് ശേഖരിക്കണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിന്റെ സമ്പത്ത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് നീ സ്വർഗത്തിൽ സമ്പത്ത് ശേഖരിക്കുവിൻ. നമ്മൾ ഈ ജീവിതത്തിനപ്പുറത്ത് അനന്തമായ ഒരു ജീവിതമുണ്ടെന്നുള്ള അവബോധമാണ് നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ജ്ഞാനം. ഈ ജീവിതം അല്ല നമ്മുടെ ലക്ഷ്യം. ഈ ജീവിതത്തിനപ്പുറത്ത് നിത്യമായ ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിലേക്ക് പോകാൻ നമ്മൾ ഇവിടെ നിന്ന് വെമ്പൽ കൊള്ളുകയാണ്. കൊച്ചു ത്രേസ്യയെല്ലാം കുഞ്ഞായിരുന്നപ്പോൾ, വിശുദ്ധ കൊച്ചു ത്രേസ്യ കുഞ്ഞായിരുന്നപ്പോൾ, ഞാൻ ഈ കഴിഞ്ഞ മാസം ഫ്രാൻസിൽ ലിസ്യൂലി കൊച്ചു ത്രേസ്യയുടെ ഭവനത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഫ്രാൻസിൽ പോകുമ്പോഴെല്ലാം ഞാൻ അവിടെ പോകുന്നുണ്ട്. ഒരു മധുരമായ അനുഭവമാണ് ആ ഓർമ്മകൾ. കൊച്ചു ത്രേസ്യയുടെ അമ്മ കൊച്ചു ത്രേസ്യ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ മരിച്ചുപോയി. എന്നാൽ ആ കുഞ്ഞായിരുന്ന ഒരു 3.5 വയസ്സിൽ കൊച്ചു ത്രേസ്യ ഈ രോഗിയായി കിടക്കുന്ന അമ്മയോട് പറയാൻ, അമ്മ എന്തിനാ ഇവിടെ കിടന്ന് ഈ കഷ്ടപ്പെടുന്നത്? അമ്മ അങ്ങ് മരിച്ച് സ്വർഗത്തിൽ വേഗം പോയിക്കൂടെ? അവിടെ എന്തൊരു ആനന്ദമാണ്. എന്നുപോലെ തന്നെ ഉടനെ മരിച്ച് സ്വർഗത്തിൽ പോയി.
അമ്മ മരിച്ച് സ്വർഗത്തിൽ പോയി കഴിഞ്ഞപ്പോൾ 5 പെൺകുട്ടികളുമായിട്ട് മാർട്ടിൻ അവർ മുമ്പ് താമസിച്ചിരുന്ന അലൻസോൺ എന്ന ഗ്രാമത്തിൽ നിന്നും ലിസ്യൂവിലേക്ക് വന്നു. അങ്ങനെ ഈ അപ്പൻ ഈ 5 മക്കളെയും ബൈബിൾ പഠിപ്പിച്ച്, പ്രാർത്ഥന പഠിപ്പിച്ച്, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുപ്പിച്ച്, പള്ളിയിലെ ഒരു അൾത്താര തന്നെ സ്വന്തം ചെലവിൽ പുതിയതായി പണിയിച്ചു കൊടുത്തു. വികാരി അച്ഛൻ അന്നൊരു ദിവസം വിളിച്ചു പറഞ്ഞു, നമ്മുടെ അൾത്താര വളരെ പഴയതായി, അതുകൊണ്ട് നമുക്കൊരു പുതിയ അൾത്താര പണിയണം, അതിന് നിങ്ങളെല്ലാവരും സഹായിക്കണം. അന്ന് രാത്രി ഈ മാർട്ടിൻ, കൊച്ചുരേസിയുടെ അപ്പച്ചൻ, ചെന്നിട്ട് വികാരി അച്ഛനോട് രഹസ്യമായിട്ട് പറഞ്ഞു, ആരോടും പറയണ്ട, ആ അൾത്താര പണിയതിൻ്റെ മുഴുവൻ കാശും ഞാൻ തന്നോളാം. അങ്ങനെ ലിസ്യു പള്ളിയിലെ ആ പുതിയ അൾത്താര കൊച്ചുരേസിയുടെ അപ്പച്ചൻ പണിത് കൊടുത്തതാണ്. മാത്രമല്ല കുറച്ച് കാശ് കൂടുതൽ വേറെയും തന്നേക്കണു. അന്നത്തെ ഒരു ചട്ടമായിരുന്നു, കുടുംബത്തിനിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലം പള്ളിയിൽ കച്ചവടമാക്കാം, അവിടെ ആ കുടുംബക്കാർക്ക് മാത്രമാണ്. അപ്പോൾ ഈ 5 പിള്ളേരും ആയിട്ട് ആ അൾത്താരയുടെ ഇപ്പുറത്ത് ഇടതുവശത്ത്, അൾത്താരയുടെ പുറകുവശത്തായിട്ടൊരു സ്ഥലം മേടിച്ചു പള്ളിയിൽ. അപ്പോൾ അന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് അൾത്താരയിലേക്ക് തിരിഞ്ഞു നിന്നാണെന്ന് കുർബാന ചൊല്ലിയിരുന്നത്. അപ്പോൾ അവർക്ക് അത്, അപ്പോൾ കൊച്ചു ത്രേസ്യയുടെ ജീവിതത്തിൽ കുഞ്ഞായിരുന്നപ്പോൾ മുതൽ സ്വർഗോന്മുഖമായ ദൈവത്തെക്കുറിച്ചും സ്വർഗത്തിലെ ജീവിതത്തെക്കുറിച്ചുമുള്ള ആ ചിന്തകളായിരുന്നു. സ്നേഹമുള്ളവരെയും, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ജ്ഞാനം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ജ്ഞാനം ഈ ലോകം നേടാൻ വേണ്ടിയല്ല, ഈ ലോകത്തിനേക്കാൾ വിലപിടിപ്പുള്ള നമ്മുടെ ആത്മാവിനെ നേടാനും സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത കുഞ്ഞുനാളിലേ നമ്മൾക്കുണ്ടാകണം. അതുകൊണ്ടാണ് ഈശോ തന്നെ എപ്പോഴും പറയുന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, സ്വർഗത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടുമാണ്. ഇനി നമ്മൾ ആ ഓരോ വാക്കിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? ഈ ബൈബിൾ മുഴുവനിലും അടങ്ങിയിരിക്കുന്നത് ദൈവമാണ്, വചനം ദൈവമാണ്. എന്നാൽ അതേസമയം ഒരു വാക്കിലും ദൈവം തന്നെയാണ് അടങ്ങിയിരിക്കുന്നത്. ഒരു കുഞ്ഞു വാക്കായാലും അതിൽ ദൈവം പൂർണ്ണമായി അടങ്ങിയിരിക്കുന്നു. അതാണ് ഈശോ പറഞ്ഞത്. നമ്മളിനി അടുത്ത എപ്പിസോഡുകളിൽ അത് കേൾക്കാം. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ആശയപരമായ ഒരു പുതിയ കണ്ടുപിടുത്തമാണ് വേണ്ടത്. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും തുടർന്നുള്ള ദിവ്യകാരുണ്യ ആരാധനയിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മളുടെ കാഴ്ചപ്പാട് മാറണം. നമ്മുടെ കാഴ്ചപ്പാട് മാറണം. ഈശോ പത്രോസിനോട് പറഞ്ഞു, നീ എന്താ മനുഷ്യനെ പോലെ ചിന്തിക്കുന്നേ? നിന്റെ ചിന്ത മാനുഷികമാണ്. പിന്നെ മനുഷ്യരെങ്ങനെ ചിന്തിക്കേണ്ടത്? മനുഷ്യരല്ല നമ്മൾ മനുഷ്യരല്ല. പിന്നെ ആരാ? ദൈവമക്കളാണ് നമ്മൾ. അതുകൊണ്ട് ദൈവത്തെ പോലെ ചിന്തിക്കാനുള്ള ഒരു കഴിവാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ചിന്തകളിൽ മാറ്റമുണ്ടാകണം. നമ്മുടെ ചിന്തകൾ, മാനുഷിക ചിന്തകൾ മാറി ദൈവിക ചിന്തയിലേക്ക് വരാൻ വേണ്ടി നമുക്ക് തുറന്നുള്ള ഈ ദിവ്യകാരുണ്യാരാധനയിൽ നമ്മുടെ ചിന്തകളെയും ഭാവനകളെയും വിചാരങ്ങളെയും ഉൾക്കാഴ്ചകളെയും രൂപാന്തരപ്പെടുത്തുന്നതിനും പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ നേടിയാലും എന്ത് പ്രയോജനം നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ? നിങ്ങൾ സ്വന്തമല്ല, നിങ്ങൾ വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാണ്. വരുവിൻ, നമുക്ക് ദിവ്യകാരുണ്യാരാധനയിലേക്ക് പ്രവേശിക്കാം. പനിനീർപ്പൂവാകുമ്പോൾ പ്രതീക്ഷ പകരും സൗരഭ്യം പ്രകാശമരുളും
ദൈവം നമ്മോട് കൂടെ പ്രശാന്തി നിറയും ഹൃദയത്തിൽ ദൈവം നമ്മോട് കൂടെ. നമ്മോടൊപ്പം ദൈവം ജീവിത നിർവൃത്തി നൽകും നിമിഷങ്ങൾ. നന്മയിലേക്കു കുതിക്കും നമ്മൾ, തിന്മ മരിക്കും കൺമുൻപിൽ. ദൈവം നമ്മോട് കൂടെ. കാലം മാറും, ലോകം മാറും, കാരുണ്യം കൃപ പകരുമ്പോൾ മാധ്യസ്ഥ്യത്തിൻ സമയം ദൈവം മാനസതാരിൽ വാണിടും. ദൈവം നമ്മോട് കൂടെ. ദൈവം നമ്മോട് കൂടെ. ദൈവം നമ്മോട് കൂടെ. ദിവ്യകാരുണ്യദാത നിൻ ദിവ്യ പ്രകാശം തൂകണമേ എൻ ജീവിതത്തിൽ. ആ ദിവ്യ പ്രകാശത്താൽ എന്നാത്മനയനങ്ങൾ തുറന്നിടണേ, നിൻ മുഖം ദർശിക്കാൻ. ദിവ്യകാരുണ്യനാഥാ, നിൻ ദിവ്യപ്രകാശം തൂകണമേ എൻ ജീവിതത്തിൽ. ആ ദിവ്യപ്രകാശത്താൽ എന്നാത്മനയനങ്ങൾ തുറന്നിടണേ, നിൻ മുഖം ദർശിക്കാൻ. ഓ ദൈവമേ, ഓ ഈശോയെ, അങ്ങയുടെ ദിവ്യപ്രകാശത്തിലൂടെ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തെ രൂപാന്തരീകരിക്കണമേ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. നമ്മുടെ ഭൗതിക സമ്പത്തിനേക്കാൾ വലിയ നിധി നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദൈവം തന്നെയാണ് ആ നിധി. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത് ദൈവത്തെ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ തക്ക വിധത്തിൽ ഞങ്ങളുടെ ഉൾക്കണ്ണുകൾ തുറക്കണം. ദൈവം തൻ്റെ ഏകജാതനെ നമുക്ക് നൽകിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 3:16 നാം കേട്ടു, നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവം നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലേ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. സ്നേഹമുള്ളവരെ, നമ്മളാരും നമ്മുടെ സ്വന്തമല്ല. നമ്മൾക്ക് വളരെ വലിയ വില കൊടുത്തിട്ട് ദൈവം വാങ്ങി. നമ്മുടെ ആത്മാവിൻ്റെ വില ഈ ലോകം മുഴുവൻ്റെയും വിലയേക്കാൾ കൂടുതലാണെന്ന് ഈശോ പറഞ്ഞു. ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല. പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ 1 കൊരിന്ത്യർ 15:19 പറയുന്നത്, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നവരാണെങ്കിൽ നിങ്ങളെല്ലാവരെയും നിർഭാഗ്യവാന്മാരാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് സ്തുതിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി നൽകുന്ന അങ്ങയുടെ ദിവ്യപ്രകാശത്തിലൂടെ നമ്മളുടെ ദൃഷ്ടി, നമ്മുടെ വീക്ഷണം മാറണം.
നമ്മളുടെ മാനുഷിക ചിന്തകൾ ദൈവിക ചിന്തകളാകണം. പത്രോസിനോട് പറഞ്ഞു, നീ എന്താണ് മനുഷ്യനെ പോലെ ചിന്തിക്കുന്നത്? നിന്റെ ചിന്ത മാനുഷികമാണ്, ദൈവികമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരുവിൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും സ്തുതിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളുടെ ചിന്തകളിൽ പ്രസരിക്കണമേ, ഞങ്ങളുടെ ചിന്തകളിൽ പ്രസരിക്കണമേ. ഞങ്ങളിൽ ജ്ഞാനം നൽകണമേ, ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ ആകുലതകളും വ്യാധികളും മാറ്റണമേ. ദൈവോന്മുഖമാക്കണമേ ഞങ്ങളുടെ ചിന്തകൾ. ഞങ്ങളിതാ ഈ സൗഖ്യ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ മനസ്സിനും ശരീരത്തിനും സൗഖ്യം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ശക്തിയോടെ പ്രാർത്ഥിക്കുന്നത് ഇതാണ്. ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല, നമ്മൾ യേശുവേ നിത്യജീവനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ രോഗികളെയും സൗഖ്യമാക്കുന്ന അവിടുത്തെ പ്രസാദപരം പ്രസരിക്കട്ടെ. എല്ലാ രോഗികളെയും സൗഖ്യപ്പെടുത്തുന്ന അവിടുത്തെ ശക്തി ഒഴുകട്ടെ. എല്ലാ ഹൃദയങ്ങളെയും സൗഖ്യപ്പെടുത്തും ശക്തി ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗികളെ സൗഖ്യപ്പെടുത്തുന്നതിലൂടെ അവരുടെ രോഗം മാത്രമല്ല, അവരുടെ ജീവിതത്തെ മുഴുവനും കർത്താവ് ഏറ്റെടുക്കുകയാണ്. എല്ലാ രോഗങ്ങളെയും, ഹൃദയരോഗങ്ങൾ സൗഖ്യമാകട്ടെ. സ്തുതിക്കുക. ഹൃദയരോഗികൾ സൗഖ്യമാകട്ടെ, അർബുദ രോഗികൾ സൗഖ്യമാകട്ടെ, കിഡ്നി രോഗികൾ സൗഖ്യമാകട്ടെ, അസ്ഥി സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, രക്തസംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ചർമ്മ സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, മാനസിക രോഗങ്ങൾ സൗഖ്യമാകട്ടെ. എല്ലാവരും സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ, അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ ആ രോഗി ഇപ്പോൾ സൗഖ്യപ്പെടുമെന്ന് സദാശിവൻ പറഞ്ഞു. കർത്താവേ, അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, എന്റെ പുത്രൻ സൗഖ്യമാകും. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, സൗഖ്യമാകട്ടെ. നന്ദി കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ സോഗങ്ങൾ, ഞങ്ങളുടെ ചിന്തകളെ അങ്ങ് സൗഖ്യപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം വിട്ട് സ്വർഗീയ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞങ്ങളെ ഉയരുമാൻ ഞങ്ങൾക്ക് സൗഖ്യം നൽകി നന്ദി പറയുന്നു ഈശോയെ. സ്നേഹമുള്ളവരെയും, ഈശോ നമുക്ക് വേണ്ടി വലിയ വില കൊടുത്തു. ഈശോ നമുക്ക് വേണ്ടി വില കൊടുത്തത് ലോകം അറിയുന്നില്ല. ഇതാണ് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന. ഇന്ന് ലോകം മുഴുവനുമുള്ള എല്ലാ ജാതി മതസ്ഥരെയും ഈശോ തൻ്റെ രക്തത്തിൻ്റെ വില കൊടുത്ത് കച്ചവടമാക്കി സ്വർഗത്തിലേക്ക് കയറ്റിയിരിക്കുന്നു എന്നുള്ള രഹസ്യം. സ്നേഹമുള്ളവരെയും, ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ് ക്രിസ്തു. ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. വരുവിൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളുടെ മനസ്സും മനസാക്ഷിയും ശുദ്ധീകരിക്കുന്നതിനും അങ്ങനെ ലോകം മുഴുവനുമുള്ള എല്ലാവരും ആ വിശുദ്ധീകരണത്തിലൂടെയും അവരുടെ ചിന്തകളും ഭാവനകളും എല്ലാം ശുദ്ധീകരിക്കുന്നതിനായിട്ട് നമുക്ക് പാടാം, നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധീകരിക്കണമേ, എല്ലാവരുടെയും ചിന്തയെയും ഭാവനയും വിശുദ്ധീകരിക്കണമേ, എല്ലാവരുടെയും ഹൃദയം വിശുദ്ധീകരിക്കണമേ. ഈ പ്രാർത്ഥനയിലൂടെ വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ. എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ. ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി
പരിശുദ്ധാത്മാവേ, ഈശോയെ, അങ്ങയുടെ ദിവ്യകാരുണ്യത്തിന്റെ ദിവ്യപ്രകാശം തൂകിക്കൊണ്ട് ഞങ്ങളിൽ മാത്രമല്ല, ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവരും ഇനി പങ്കെടുക്കാനിരിക്കുന്നവരുമായ കോടാനുകോടി മനുഷ്യ മനസ്സുകളിലേക്ക് ഈ ജ്ഞാനം പകരണമേ. ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തമല്ല, ഞങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ഓ ദൈവമേ, ഈശോ തൻ്റെ ജീവന്റെ വില കൊടുത്ത് ലോകത്തെ മുഴുവനും വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം ലോകം മുഴുവനും അറിയട്ടെ. ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തമല്ല, ഞങ്ങളുടെ സ്വന്തമല്ല, ഞങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. വലിയ വില കൊടുത്ത് വാങ്ങിയതാണ്. പിതാവായ ദൈവം പുത്രന്റെ വില കൊടുത്തുകൊണ്ട് ലോകം മുഴുവനെയും വിലക്ക് വാങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രഹസ്യം ലോകം അറിയട്ടെ, ഈ രഹസ്യം ലോകം അറിയട്ടെ, എല്ലാ ജാതി മതസ്ഥരും അറിയട്ടെ. നമുക്ക് നമ്മുടെ വചന പ്രഘോഷണ മേഖലയെ സമർപ്പിക്കാം. എല്ലാ വചന പ്രഘോഷകരെയും ഒരു പുത്തൻ അഭിഷേകം നൽകിക്കൊണ്ട് ദൈവരാജ്യത്തിന്റെ നീതിയും രഹസ്യവും കൂടുതൽ ധൈര്യത്തോടെ പ്രഘോഷിക്കുന്നതിനും കൂടുതൽ വിസ്മരണീയമായ ശക്തി, കൂടുതൽ ജ്ഞാനം അവരിലൂടെ പ്രസരിക്കുന്നതിനുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവരും കരമുയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലോകമെമ്പാടുമുള്ള, പ്രത്യേകിച്ച് കേരളത്തിൽ എല്ലാ ധ്യാന കേന്ദ്രത്തിലുമുള്ള എല്ലാ വചന പ്രഘോഷകരെയും സമർപ്പിക്കുന്നു. ദൈവമേ, അവരുടെ ആത്മാവിലേക്ക് അങ്ങയുടെ ശക്തി ഒഴുക്കണമേ. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായവരെ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കണമേ. ദൈവിക രഹസ്യങ്ങളുടെ ചുരുളഴിയട്ടെ, ദൈവിക രഹസ്യങ്ങളുടെ ചുരുളഴിയട്ടെ, ദൈവിക രഹസ്യങ്ങളുടെ ചുരുളഴിയട്ടെ. വചനത്തിന്റെ ചുരുളഴിയുമ്പോൾ പ്രകാശമുണ്ടാകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ വചന പ്രഘോഷകരെയും നമുക്കെല്ലാ വൈദികരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വൈദികരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവരിലേക്ക് ദൈവത്തിൻ്റെ പ്രത്യേകമായ ശക്തി നിറയട്ടെ. അവരുടെ ബലഹീനതകളെല്ലാം ദൈവം അറിഞ്ഞുകൊണ്ടാണുള്ളതെങ്കിൽ മറ്റു ബലഹീനരോട് അനുതാപത്തോടും ബലഹീനരോട് സഹതാപത്തോടെ അവർക്ക് കരുണ കാണിക്കുന്നതിന് വേണ്ടിയാക്കി മാറ്റണമേ. നമുക്ക് സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് എല്ലാ വൈദികരെയും ശക്തിപ്പെടുത്തുന്നതിനും അവരിലൊരു പുതിയ വീര്യം നിറയുന്നതിനും അവരെ വിശുദ്ധീകരിക്കുന്നതിനും അവരെ ശക്തീകരിക്കുന്നവരും അവർ നമ്മുടെ സ്വന്തമാണ്, അവർ ദൈവമാണ്, അവർ ദൈവത്തിന്റെ ശക്തി നിറഞ്ഞവരാണ്. അവരോരോരുത്തരും മറ്റു യേശുക്രിസ്തുവാണ്, അവരോരോരുത്തരും മറ്റൊരു യേശുക്രിസ്തുവാണ്. അവർ യേശുവിന്റെ പ്രതിപുരുഷരാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ സന്യസ്തരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ സന്യസ്തരും കർത്താവിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച അവരുടെ ജീവിതം സുവിശേഷത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട അവരുടെ ജീവിതത്തെ ദൈവത്തിന് നന്ദിയോടെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവരെ കൂടുതൽ ശക്തീകരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ സന്യസ്തരെയും പുത്തൻ അഭിഷേകം നൽകണമേ, ദൈവിക വെളിപാടുകൾ നൽകണമേ, വെളിപ്പെടുത്തലുകൾ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ, സ്നേഹാഗ്നി ജ്വാലയായി അവരിൽ കത്തിപ്പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ. കൈയടിച്ചു വേണം. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ, സ്നേഹാഗ്നി ജ്വാലയായി
അവരിൽ കത്തി പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. എല്ലാ വൈദികരും ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ തുറക്കട്ടെ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി എല്ലാ വചന പ്രഘോഷകരും ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ഈ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ഒരു വലിയ രഹസ്യങ്ങൾ തുറക്കട്ടെ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ഒഴുകട്ടെ, ഒഴുകട്ടെ. ജീവജലത്തിന്റെ പുത്തൻ ഒഴുക്ക് എല്ലാ വചന പ്രഘോഷകരിലും എല്ലാ വൈദികരിലും എല്ലാ സന്യസ്തരിലും ഒഴുകട്ടെ. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നവരല്ല ഞങ്ങൾ. ഓ ദൈവമേ, ഞങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. വലിയ വില കൊടുത്ത് ഞങ്ങൾക്ക് അത്രയ്ക്ക് വലിയ വിലയുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നന്ദി ഈശോയെ, നന്ദി കർത്താവേ. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ